ഓം ശാന്തി. മനസ്സും ബുദ്ധിയും ഏകാഗ്രമാകുന്നു. മനസ്സിന്റെ ചഞ്ചലത സെക്കൻഡിൽ സമാപ്തമാകുന്നു. ഞാൻ ശാന്തസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഞാൻ ആത്മാ സെക്കൻഡിൽ ഈ ശരീരത്തിൽ നിന്നും ഡിറ്റാച്ചായി അന്തർമുഖിയാകുന്നു. ദേഹത്തിന്റെ ലോകത്തിലെ സുഖദുഃഖങ്ങളെ ഞാൻ പൂർണ്ണമായും മറക്കുന്നു. ചുറ്റുപാടും തീർത്തും ശാന്തിയുടെ അനുഭവം ഉണ്ടാകുന്നു. ശാന്തി തന്നെ ശാന്തി. ഈ സൃഷ്ടി തന്നെ ശൂന്യമായി പോയ അനുഭവം ഉണ്ടാകുന്നു. ഞാൻ ഒരു ബിന്ദുവായി ഈ ദേഹത്തിന്റെ ലോകത്തിൽ നിന്നും ദൂരെ പോകുന്നു. പരമധാമത്തിൽ സുപ്രീം ബിന്ദു ശിവബാബയുടെ കൂടെ സ്ഥിതമാകുന്നു. സെക്കൻഡിൽ മുകളിലേക്ക് പോകുന്നു, സെക്കൻഡിൽ താഴേക്ക് വരുന്നു. ഇത് വളരെ സഹജമായ അഭ്യാസമാണ്. ഇപ്പോൾ സാകാരി, ഇപ്പോൾ നിരാകാരി. കർമ്മം ചെയ്യാൻ ഈ ശരീരത്തിന്റെ ആധാരമെടുക്കുന്നു. കാര്യം സമാപ്തമായാൽ ശരീരത്തിൽ നിന്നും ഡിറ്റാച്ചായി അന്തർമുഖിയാകുന്നു. നിരന്തരം അന്തർമുഖിയാകാനുള്ള അഭ്യാസം ചെയ്യുന്നതിലൂടെ വികാരങ്ങളെ സമാപ്തമാക്കി ഞാൻ വികർമാജീതാവുകയാണ്. ഇന്ന് ബാബ തൻ്റെ മധുരമായ കുട്ടികൾക്ക് ശ്രീമതം നൽകുകയാണ്. അന്തർമുഖിയായി തൻ്റെ മംഗളത്തെക്കുറിച്ച് ചിന്തിക്കൂ. ചുറ്റിക്കറങ്ങാൻ പോകുമ്പോൾ ഏകാന്തമായി വിചാരസാഗര മഥനം ചെയ്യൂ. സ്വയത്തോട് ചോദിക്കൂ, ഞാൻ സദാ സന്തുഷ്ടമാണോ എന്ന്. ദയാമനസ്കനായ ബാബയുടെ കുട്ടിയായ എനിക്ക് സ്വയം തൻ്റെ മേലെ ദയ തോന്നുന്നു. എന്നെ പുഷ്പത്തിന് സമാനമാക്കി മാറ്റാനായി ബാബ വന്നിരിക്കുകയാണ്. എങ്കിൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് പുഷ്പമായി മാറിക്കൂടാ?
ഞാൻ ദേഹി അഭിമാനിയായിരിക്കുന്നു. ബാബ എന്താണോ കേൾപ്പിക്കുന്നത് അത് പൂർണ്ണമായും ധാരണ ചെയ്യുന്നു. ഞാൻ ഈ പഠിപ്പിലൂടെ ദേവതയായിത്തീരുന്നു. പിന്നീട് 84 ജന്മത്തിന്റെ ഏണിപ്പടി താഴേക്കിറങ്ങുന്നു. വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നു. ഞാൻ അന്തർമുഖിയായി വിചാരസാഗര മഥനം ചെയ്ത് സദോ പ്രധാനമാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുകയാണ്. ഞാൻ സ്വയത്തെ യോഗ്യതയുള്ളവനാക്കി മാറ്റുന്നു. ബിന്ദുരൂപ ആത്മാവിൽ മുഴുവൻ ജ്ഞാനവും ധാരണയാകുന്നു. ഇത് 84 ജന്മങ്ങളുടെ ചക്രമാണ്. സഹജ രാജയോഗമാണ്. പരിധിയില്ലാത്ത ബാബയുടെ കുട്ടിയാണെങ്കിൽ തീർച്ചയായും സ്വർഗത്തിന്റെ സമ്പത്ത് നേടുന്നു. മുഴുവൻ ചക്രത്തിന്റെ രഹസ്യവും മനസ്സിലാക്കി തീർച്ചയായും ഓർമ്മിക്കണം. നടക്കുമ്പോഴും കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ബുദ്ധിയിൽ ഈ ഓർമ്മ തന്നെ വേണം. ഞാൻ ബാബയുടെ അടുത്ത് പഠിക്കുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഈ ജ്ഞാനം ഞാൻ കൂടെ കൊണ്ടുപോകും. അതുകൊണ്ട് ബാബ ആജ്ഞ നൽകുന്നു, സ്വഭാവത്തെ ശ്രേഷ്ഠമാക്കൂ, ദേവി ഗുണം ധാരണ ചെയ്യൂ, വ്യക്തിത്വം വളരെ വളരെ നല്ലതായിരിക്കണം. ബാബ ഏഴകളുടെ നാഥനാണ്. ബാബ സാധാരണ ശരീരത്തിൽ പ്രവേശിച്ച് സ്വയത്തിൻ്റെയും രചനയുടെയും ആദ്യ മധ്യന്ത്യത്തിന്റെ പരിചയം നൽകുന്നു. ഇപ്പോൾ എനിക്ക് ജ്ഞാനത്തിന്റെ പൂർണ്ണമായ സാരം ലഭിച്ചിരിക്കുന്നു. ബാബ വളരെ ഗുഹ്യമായ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. നമ്മൾ എങ്ങനെയെല്ലാമാണ് ചക്രം കറങ്ങിയതെന്ന് ഏണിപ്പടിയുടെ ചിത്രത്തിലൂടെ സ്പഷ്ടമാകുന്നു. ഞാൻ സ്വദർശന ചക്രധാരിയാകുന്നു. ജ്ഞാനസാഗരനായ ബാബ മുഴുവൻ ജ്ഞാനവും നൽകി സത്യയുഗത്തിലുള്ളവരെക്കാളും മൂല്യമുള്ളവനാക്കുന്നു. ബാബയ്ക്ക് ദയ തോന്നുന്നതുപോലെ കുട്ടികൾക്കും ദയ തോന്നണം. സദ്ഗുരുവിന്റെ നിന്ദകർ ഒരിക്കലും ഗതി പ്രാപിക്കാൻ സാധ്യമല്ല. ദേഹി അഭിമാനിയാകണമെങ്കിൽ ധാരണയുണ്ടാകുന്നു. ബാബയുടെ ശ്രീമതമാണ് സ്വയത്തെ ആത്മാവാണെന്ന് വ്യക്തമായി മനസ്സിലാക്കൂ. ബാബയെ ഓർമ്മിക്കൂ. ബാബ മുക്തിദാതാവാണ്, വഴികാട്ടിയുമാണ്. ഡ്രാമയുടെ സമയമാവുമ്പോൾ മാത്രമാണ് ബാബ വരുന്നത്.
സത്യമായ ബാബ സത്യം പഠിപ്പിച്ചു തരുന്നു. സത്യമായ അച്ഛൻ്റെ കുട്ടികളും സത്യമാണ്. പിന്നീട് അസത്യത്തിൻ്റെ കുട്ടികളായി മാറി അരകൽപ്പം അസത്യമായി മാറി സത്യമായ ബാബയെ മറന്നു പോകുന്നു. ഇപ്പോൾ രാവണന്റെ രാജ്യമില്ലാതാവുകയാണ്. രാമരാജ്യത്തിന്റെ സ്ഥാപന നടക്കുകയാണ്. ഞാൻ പരിധിയില്ലാത്ത ബാബയുടെ വിദ്യാർത്ഥിയാണെന്നുള്ള സ്മൃതി സദാ ഉണ്ടാകുന്നു. ഭഗവാൻ എന്നെ പഠിപ്പിക്കുന്നു. ഞാൻ നല്ല രീതിയിൽ പഠിച്ച് ഭഗവാന്റെ പേര് പ്രശസ്തമാക്കുന്നു. പെരുമാറ്റം വളരെ കുലീനമാക്കുന്നു. ബാബയ്ക്ക് സമാനം ദയാമനസ്കനായി മുള്ളുകളിൽ നിന്നും പുഷ്പമാക്കുകയും മറ്റുള്ളവരെ പുഷ്പമാക്കി മാറ്റുകയും വേണം. ഞാൻ അന്തർമുഖിയായി എന്റെയും മറ്റുള്ളവരുടെയും മംഗളത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ഞാൻ ബാബയുടെ വരദാനം സ്മൃതിയിൽ കൊണ്ടുവരുന്നു. പ്രശ്നങ്ങളിൽ മനസ്സ് തകരുന്നതിനു പകരം വിശാലമനസ്കരായി ധൈര്യശാലികളായി ഭവിക്കട്ടെ. ധൈര്യശാലിയാണെങ്കിൽ ബാബയുടെ സഹായം തനിയെ ലഭിക്കും. ആരുടെയെങ്കിലും കുറവുകളെ കാണുന്ന കണ്ണുകൾ അടച്ച് മനസ്സിനെ അന്തർമുഖിയാക്കൂ. ഓം ശാന്തി.